നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പുൽവാമയിൽ 44 ജവാന്മാരുടെ ജീവത്യാഗത്തിന് മറുപടി നൽകാൻ ചോര തിളച്ചിരിക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടത് പ്രതിരോധ മന്ത്രിയുടെ ഒരു അനുമതി മാത്രം. കൂടെയുള്ളവരുടെ മരണത്തിന് പകരം ചോദിക്കുമെന്നാണ് ഓരോ പട്ടാളക്കാരനും ആഗ്രഹിക്കുന്നതെന്നും മേജർ രവി കർമ്മ ന്യൂസിനോട് പറഞ്ഞു. ഇന്ത്യൻ പട്ടാളത്തിന്റെ കരുത്ത് ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ. ആ കരുത്ത് പുറത്തെടുക്കാനും എതിരാളികളെ ഉന്മൂലനം ചെയ്യാനും ഒരു അനുമതിയുടെ ആവശ്യം മാത്രമാണുള്ളത്. മാത്രമല്ല, കശ്മീരിൽ നാട്ടുകാർക്കിടയിലാണ് വേഷം മാറിയ ചെന്നായകൾ ആട്ടിൻ തോലണിഞ്ഞ് കഴിയുന്നത്. ഭീകരന്മാർ ഗ്രാമവാസികളുടെ വീടുകളിൽ തന്നെയാണ്. അവിടെ നിന്നും ഭീകരരെ തുരത്താനാകുന്നില്ല. വീടുകളിൽ പരിശോധനയ്ക്ക് ചെന്നാൽ സൈന്യത്തെ നാട്ടുകാർ ആക്രമിക്കുന്നു. മനുഷ്യാവകാശ പ്രവർത്തകർ ഇടപെടുന്നുണ്ട്. ഏതായാലും മേജർ രവിയുടെ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. പട്ടാളം മുഴുവൻ രക്തം തിളച്ചു നിൽക്കുകയാണ്. ഒരു നിർദ്ദേശമുണ്ടായാൽ മാത്രം മതി, അവർ 44 ജവാന്മാരുടെ ചോരയ്ക്ക് പ്രതികാരം ചെയ്തിരിക്കും എന്ന് ഉറപ്പാണ്. എന്നാൽ എന്തുകൊണ്ട് ഇന്ത്യ നടപടി വൈകിപ്പിക്കുന്നു? കാശ്മീർ താഴ്വാരത്തെ ഭീകരരെ അമർച്ച ചെയ്യുന്നില്ല. നാട്ടുകാരും തദ്ദേശീയരുമായ ഭീകരന്മാരെ എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോയി? നമ്മുടെ സൈനിക കേന്ദ്രങ്ങളും സൈനിക വാഹനങ്ങളും പോലും സുരക്ഷിതമല്ല എന്ന അവസ്ഥ ജനത്തിന് വന്നിരിക്കുന്നു. അതിനിടെ കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ സുരക്ഷാ വീഴ്ചയെന്ന് ഗവർണർ സത്യപാൽ മാലിക്. വൻതോതിൽ സ്ഫോടന വസ്തുക്കളുള്ള വാഹനം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ചാവേർ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ഇന്റലിജൻസ് വിവരശേഖരണം നടത്തിയില്ലെന്നും ഗവർണർ ആരോപിച്ചു. ഇവർക്ക് ഇത്ര വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് കിട്ടി? അത് എങ്ങനെ കൊണ്ടുവന്നു? ആക്രമണത്തിന് പിന്നിലുള്ള ആരെയും വെറുതെ വിടില്ല. സംസ്ഥാനത്ത് നിന്ന് ഭീകരവാദത്തിന്റെ ഓരോ അടയാളവും ഇല്ലാതാക്കും. ഭീകരർക്കെതിരെ സർക്കാർ നടപടികൾ വിജയം കാണുന്നതിന്റെ നിരാശ കാരണമാണ് ഭീകരാക്രമണം ഉണ്ടായത്. അഫ്ഗാനിൽ നടത്തുന്നതിന് സമാനമായ ആക്രമണമാണ് കാശ്മീരിലുണ്ടായതെന്നും ഗവർണർ പറഞ്ഞു. ഇതിനിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വൻ കൂടിയാലോചനകൾ സുരക്ഷാ വിഭാഗം നടത്തുന്നു എന്നതാണ്. കരസേന, CRPF, BSF, കാശ്മീർ പോലീസ് നേതൃത്വങ്ങൾ ഒന്നിച്ച് അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു. പുൽവാമ ആക്രമണം ഭീകരരെ പിന്തുണച്ച് സംസാരിക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കണം. ഭീകരരെ കൈകാര്യം ചെയ്യുമ്പോൾ മയത്തിൽ കൈകാര്യം ചെയ്യണമെന്നും മനുഷ്യാവകാശം ഉന്നയിച്ചും രംഗത്തു വരുന്നവർ ഇന്ത്യക്കായി പിടഞ്ഞു മരിച്ച 44 സൈനികരുടെ ജീവൻ കാണാതെ പോകരുത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.